നമ്മുടെ മൊബൈൽ ഫോൺ വെള്ളം നനയുകയോ വെള്ളത്തിൽ പോവുകയോ ചെയ്താൽ നമുക്ക് അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മുടെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ നനയുകയോ മഴ നനയുകയോ എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പവർ ഓഫ് ചെയ്തോളണം. പിന്നെ അത് ഓൺ ചെയ്യരുത്. നമ്മളെ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ സെറ്റ് ഓൺ ചെയ്യാവൂ. നമ്മൾ മഴയത്ത് വീഴുന്ന മഴ നനയുകയോ വെള്ളത്തിൽ വീഴുന്ന സെറ്റ് നമ്മൾ വെയിലത്ത് കൊണ്ട് വയ്ക്കും. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. വെയിലിന്റെ ചൂടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മൊബൈൽ ഫോണിന്. ഒന്നുകിൽ ഏതെങ്കിലും സർവീസ് സെന്ററിൽ തന്നെ കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ മൊബൈൽ ഫോൺ പൊളിക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ മൊബൈൽ ഫോൺ പൊളിക്കാം എന്ന് നോക്കാം. പൊളിച്ച് എങ്ങനെ നമുക്ക് അതിനുള്ള ഈർപ്പം മുഴുവനായി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. പല രീതിയിലുള്ള മൊബൈൽ ഫോണുണ്ട്. ബാക്ക് ഇളക്കി ഓപ്പൺ ചെയ്യുന്ന മൊബൈൽ ഫോണുണ്ട്. ഇത് ബാക്ക് സീലിംഗ് ആയിട്ട് വരുന്ന മൊബൈൽ ഫോണാണ്. ബാക്ക് ഓപ്പൺ ചെയ്യുന്ന മൊബൈൽ ഫോണുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്ന മൊബൈൽ ഫോണുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഏത് മോഡലാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസുകൾ ചെയ്തു തരികയും. വാട്ടർ ഡാമേജ് ആയ മൊബൈൽ ഫോൺ പൊളിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ സൈഡിലുള്ള സിം സോക്കറ്റ് ഇളക്കുക എന്നതാണ്. സിം സോക്കറ്റ് നമ്മൾ പിന്നു കുത്തി സിം സോക്കറ്റിനെ ഇളക്കിയെടുക്കുക. നമുക്ക് താഴത്തെ സൈഡിൽ നിന്ന് ഇളക്കണം. ഇതിന്റെ ഒരു താഴത്തെ ചാർജിംഗ് പോർട്ട് വരുന്ന സൈഡിൽ നിന്ന് പതുക്കെ നമുക്ക് മൊബൈലിനെ പൊളിക്കാം. ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ ലോക്കിന്റെ സ്ട്രിപ്പ് വരും. ഇത് ഫിംഗറിന്റെ സ്ട്രിപ്പാണ്. നമ്മളതിനെ അതിൻ്റെ അവിടെ വരുന്ന സ്ക്രൂവിനെ ഇളക്കി മാറ്റുക. ബാറ്ററിയുടെ ഈ നിബ് ഈ ഭാഗങ്ങളൊക്കെ ഇളക്കി മാറ്റുക. ഈർപ്പം മാറാനായിട്ട് നമ്മൾ ഹീറ്റ് പ്രധാനമായിട്ട് കൊടുക്കുക. ഇവിടെ നെറ്റ്വർക്കിന്റെ ആന്റിന വരും. ഒരു കേബിൾ വരുന്നത് നെറ്റ്വർക്കിന്റെ ആന്റിനയാണ്. ഇത് പതുക്കെ മാറ്റി വയ്ക്കുക. ഇത് ബാറ്ററിയുടെ നിപ്പാണ്. ബാറ്ററിയോട് ചേർന്ന് തന്നെ ബാറ്ററിയുടെ ഒരു കണക്ഷൻ വരും. അതിനെയും ഇളക്കി മാറ്റി വയ്ക്കുക. ഇതേപോലെ സൈഡില് ഒരു സ്ട്രിപ്പ് വരും. നമ്മൾ പവർ ബട്ടന്റെ സ്ട്രിപ്പുകൾ വരും. പവർ ഓൺ ആക്കുന്നതും ഇതിൻ്റെ ഒരു സ്ട്രിപ്പ് വരും. അത് നമ്മൾ നോട്ട് ചെയ്ത് പതുക്കെ മാറ്റി സൈഡിലേക്ക് വയ്ക്കുക. ഈ സ്ട്രിപ്പെല്ലാം പെട്ടെന്ന് കട്ടായി പോകുന്ന സ്ട്രിപ്പുകളാണ്. വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ഇത് ഇളക്കാവൂ. ഒരു സർവീസ് സെന്ററിൽ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പതുക്കെ നമുക്ക് ബോർഡിനെ പുറത്തെടുക്കാം. സ്ക്രൂവെല്ലാം ഉണ്ടോയെന്ന് ബോർഡിൽ പ്രത്യേകം സ്ക്രൂവെല്ലാം ഉണ്ടോയെന്ന് ശ്രദ്ധിച്ച് നോക്കി ഇളക്കാവും.
ഇതാണ് മെയിൻ മദർ ബോർഡ്. നമ്മുടെ മൊബൈലിന്റെ മെയിൻ ബോർഡാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാം. അധികം ഓവറായിട്ട് ഹീറ്റ് കൊടുക്കാതെ നന്നായിട്ട് ബോർഡ് നന്നായിട്ട് ചൂടാവുന്ന വിധം ഹീറ്റ് കൊടുക്കുക. അധികം ബോർഡ് പഴുക്കാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യുക. അത് നമ്മുടെ കേസ് വളരെയധികം ശ്രദ്ധിച്ച് ക്യാമറയുടെ സ്ട്രിപ്പ് എല്ലാം വരും. ഇതൊന്നും കട്ടാവാത്ത രീതിയിലാണ് പതുക്കെ. ഓരോ കണക്ഷൻ പിടിച്ചു കൊടുക്കുക. വളരെ സമാധാനത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ വർക്ക് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏത് മോഡലാണെന്ന് ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോകൾക്കായി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട അഞ്ച് ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ എന്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.